മോട്ടറോളയുടെ മോട്ടോ E22s എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ സ്പെസിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ ഈ ഒരു ഫോണിൻ്റെ പേജും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ സ്പെസിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇനി വിലയുടെ കാര്യം മാത്രമാണ് അറിയാൻ ബാക്കിയുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോളയുടെ മോട്ടോ E22s എന്ന ഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരാൻ സാധ്യത, ഏത് പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മോട്ടറോളയുടെ മോട്ടോ E22sൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല, HD റെസൊല്യൂഷൻ മാത്രമേ ഈ ഫോണിൽ വരുള്ളൂ. പിന്നെ LCD പാനലായിരിക്കും ഇതിൽ വരിക. ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് വരുന്നതായിരിക്കും. ഫോണിൻ്റെ തിക്നെസ് വരിക 8.49 mm ആയിരിക്കും. ഈ ഫോണിൽ IP52 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ലോഞ്ച് ചെയ്യാനാണ് സാധ്യത, ആർട്ടിക് ബ്ലൂവും അതുപോലെ തന്നെ എക്കോ ബ്ലാക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G37 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക. ഈ ഒരു കാര്യം അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യില്ല, മാക്സിമം 4G സപ്പോർട്ടായിരിക്കും വരിക. ഈ ഒരു ഫോണിൽ 64 GB ഇൻറ്റേർണൽ ആയിരിക്കും വരിക. ആ ഒരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ റാം എത്രയാണ് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാലും 4 GB റാം ആയിരിക്കാനാണ് സാധ്യത. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. 1 TB മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ സിംഗിൾ സ്പീക്കർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സൊന്നും ഇതിൽ വരില്ല. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള മയോക് സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി വരും. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡായിരിക്കും ഇതിൽ വരിക. ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ തന്നെ 10 വാട്ടിൻ്റെ ചാർജറും വരുന്നതായിരിക്കും. ഇപ്പം ഇതുവരെ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള മോട്ടോ E32 എന്ന ഫോണിലും ഇതേ സെയിം സ്പെസിഫിക്കേഷനൊക്കെ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ 8 MP സെൽഫി ക്യാമറ ആയിരിക്കും വരിക. നമ്മൾ പറഞ്ഞിട്ടുള്ള E32 എന്ന ഫോണിലും 8 MP സെൽഫി ക്യാമറ ഒക്കെ തന്നെയാണ് വരുന്നത്. ഈ ഒരു E32 എന്ന ഫോണും ഈ ഫോണും തമ്മിലുള്ള ഡിഫറൻസ് വരിക മെയിൻ ക്യാമറ സെൻസറിൻ്റെ കാര്യത്തിലായിരിക്കും. ഫോണിൻ്റെ ബാക്കിൽ ഈ ഒരു ഫോണിൽ 16 MP f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറായിരിക്കും വരിക. ഈ 32 എന്ന ഫോണിൽ 50 MP മെയിൻ ക്യാമറ സെൻസറാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ 2 MP f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും വരുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഫോൺ ഒക്ടോബർ 17 ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ സെയിൽ ഒക്ടോബർ 22 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. വിലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റിൽ ഈ ഫോൺ €150 എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 12,700 രൂപ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ ഇന്ത്യയിൽ വില അത്രയൊന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മോട്ടോ E32 എന്ന ഫോൺ തന്നെ 10,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു ഫോണിൻ്റെ താഴെ വരുന്ന ഒരു ഫോണായിരിക്കും E22s എന്ന ഫോൺ. അപ്പം ഈ ഒരു ഫോൺ നമുക്ക് ഒരു 10,000 അല്ലെങ്കിൽ 9,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും അതിനെപ്പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് പുറത്ത് വന്നിട്ടില്ല. ജസ്റ്റ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ആ ഒരു വിലയുടെ കാര്യം മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോ E22s എന്ന ഫോണിൽ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ നല്ലൊരു പ്രൈസിങ്ങിൽ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു ഫോണിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം മോട്ടോ E32 എന്ന ഫോൺ അവിടെ വരുന്നുണ്ട്. അതിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ആകെ മെയിൻ ക്യാമറ സെൻസറിൻ്റെ കാര്യത്തിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇങ്ങനെ ചെറിയൊരു ഡിഫറൻസുമായിട്ട് പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും മോട്ടറോളയുടെ മോട്ടോ E22s എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളേത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.